സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. നമ്മളങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഷാർജ എയർപോർട്ടിൽ കേട്ടോ. ഷാർജ എയർപോർട്ടിൽ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരെ കണ്ണൂരേക്കാണ് പോകുന്നത്. ഞാനും ഷബീറും ജസീറും. പിന്നെ ഇതേ നമ്മുടെ ജാഫർക്ക് എവിടെ ഉണ്ട്? ജാഫർക്ക ടാറ്റ. ഓക്കെ, ജാഫർക്കാണ് നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടായത് ഒരു 3 ബാഗായിരുന്നു. ഇത് മൊത്തം ഞങ്ങളുടെ സാധനം കേട്ടോ. ഇത് മൊത്തം ഞങ്ങളുടെ സാധനമാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17 ബാഗും കൊണ്ടാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വന്നത്. ഇങ്ങോട്ടേക്ക് നമ്മൾ വന്നത് 3 ബാഗ് എടുത്തിട്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നത് 17 ബാഗ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഈ 17 ബാഗ് എടുത്ത് എയർപോർട്ട് കയറുമ്പോൾ എന്തായാലും കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മുടെ ബ്രോ ഇവിടെ ഉണ്ട്. പേരുണ്ടോ? ഇർഷാദ്. നാട്ടിലെവിടെയാ? കാസർഗോഡ്. അഫീഖാൻ്റെ തൊട്ട് അയൽവാസിയാണ്. അടിപൊളി. ഇതിൻ്റെ സുഖം. എവിടെ നാട്ടിൽ എന്ത് പരിപാടി? നിങ്ങൾ ഇവിടെ? ഞാനിവിടെ ഇമിഗ്രേഷനിൽ വർക്ക് ചെയ്യാണ്. ആഷിഖ്. എന്ത് പരിപാടി? എന്താ ഇവിടെ? എയർപോർട്ട് അയച്ചാൽ. അടിപൊളി, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഏതായാലും പിന്നെ ഇവിടുന്ന് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് പോലെ കാര്യങ്ങളൊക്കെ മൂപ്പര് ഹാൻഡിൽ ചെയ്തോളും, പേടിക്കാനില്ല. 17 ബാഗും ഞങ്ങൾ 3 പേരും. ഉഷാറല്ലേ? അപ്പോൾ നമുക്ക് നേരെ പോകാം. ഇവിടുന്ന് നമുക്ക് ഷാർജ എയർപോർട്ടിൻ്റെ ഉള്ളൊക്കെ കാണാം. അതുപോലെ ഇവിടെ നേരെ കണ്ണൂർ പോയിട്ട് കണ്ണൂർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കാണാം കേട്ടോ. ജസീല, കവർ മിസ്സല്ല. ഇതെന്താ ഇത്? കവറിനെണ്ണം കൂടി എന്തെങ്കിലും മറന്നുപോയാ? നമ്മൾ 2 ട്രോളിയിൽ സാധനങ്ങളൊക്കെ നിറച്ചിട്ടിട്ടുണ്ട്. ഇതെടുത്തിട്ട് തള്ളി പോകണം. ഇനി ഷബീറ തള്ളിക്കോ, തള്ളു. എടാ ഷബീറ, നീ അനക്കിട്ട് കൗണ്ടർ അടിക്കലടാ ഷബീറ. ഓക്കെ, പോവാ ഉള്ളിലേക്ക്. ഓക്കെ, നമ്മളങ്ങനെ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മെയിനായിട്ട് പറയാമെന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാ സംഭവങ്ങളും തീർന്നു കിട്ടി. ചെക്കിങ്ങും കഴിഞ്ഞു, എമിഗ്രേഷനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മുകളിൽ നമ്മളിപ്പം ഫ്രീ സോണിലുള്ളത്. എനിവേ നമ്മൾ അതിന് താങ്ക് യു പറയേണ്ടത്. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു ഫോർ യുവർ ഫാസ്റ്റ് ഹെൽപ്പ്. താങ്ക് യു സോ മച്ച് ബ്രോ. ആദ്യമായിട്ട് എയർപോർട്ടിൽ അതും എമിഗ്രേഷൻ കാര്യങ്ങളൊന്നും ഇവിടെയും ക്യൂ ഉണ്ടായില്ല, ചെക്കിങ്ങിലും ക്യൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ ഇനി വരുന്ന എല്ലാവരും മൂപ്പരെ വിളിച്ചാൽ കേട്ടോ. ഒരു ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ഈ ഫ്ലൈറ്റിൽ ഇറങ്ങുമ്പോൾ ഞാൻ വരുന്നതിൻ്റെ 200 ആൾ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ 200 ആളും മൂപ്പരെ വിളിച്ചാൽ മതി. ഹലോ ഭയ്യ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ പോയിരുന്നിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ വിശക്കുന്നൊരു ഫുഡ് കഴിക്കണം. പിന്നെ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട്, അപ്പോൾ അത് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികൾ കേട്ടോ. നാട്ടിലിപ്പോൾ നമ്മൾ പോകുമ്പം എന്താ പറയുക, എല്ലാവരും നമ്മളിങ്ങനെ നടന്നിട്ട് പോകുമ്പോൾ ഭീകരജീവി വരുന്നില്ല, മാറി നിൽക്കും. കാരണം നമ്മൾ വരുന്നത് വിദേശത്ത് നിന്നാണല്ലോ. പക്ഷേ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പേടിയും വേണ്ട. ചെയ്തരൂ, എല്ലാവരും കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൈയെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ പോകാൻ പറ്റും കേട്ടോ. ഇവരൊക്കെ മലയാളികളാണ്. ഓ എൻ്റെ അമ്മച്ചി, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. കുറച്ച് ക്യാബ് കേട്ടോ. ഓക്കെ, ഈ ടെർമിനലകത്ത് എവിടെ കയറിക്കുന്നത് കല്ലെടുത്ത് എറിഞ്ഞിട്ട് 10 മലയാളിക്കും കൊള്ളും കേട്ടോ. ഇവിടെ ഒറ്റ മലയാളികളാണ്. ഇവിടെ വന്ന് കയറിയ മുതൽ കാണുന്ന മലയാളികളിനെ. ഇത് ഷാർജ എയർപോർട്ടാണോ അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ടാണോ എന്നതിൽ വളരെ സംശയം ഇപ്പം എല്ലാം കൂടി. പേര് പറഞ്ഞു ബ്രോ? ദിൽഷാദ്. നാട്ടിലെവിടെയാ? കണ്ണൂർ അഴീക്കോട്. ടിൻസ് തളിപ്പറമ്പിൽ സ്ഥലം. കൊച്ചി. വരാൻ കാണുന്ന അറിയോ, നമ്മൾ ഈ ഷൂട്ട് ഓൾറെഡി ചെയ്താണ്. പക്ഷെ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. Departing to Kannur. Kindly requested to proceed now to gate number 3. يرجى من السادة المسافرين على متن الطيران الهندي إكسبرس الرحلة رقم 1746 والمتجهة إلى كانور. التوجه إلى البوابة رقم 3. ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചിട്ട് നീ ഭയ നോക്കാൻ പോകുന്നേ. നമ്മളിവിടെ നിർത്തത് നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പിന്നെ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അതൊന്നും റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ. താങ്ക് യു ഗൈസ്. താങ്ക് യു. നമുക്ക് ഉഷാറാക്കാം. നമ്മൾ ഫ്ലൈറ്റ് കയറി. സംഭവം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം കയറിയിട്ടോ. അതുകൊണ്ട് വ്ളോഗും ചെയ്യായിരുന്നത്. ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ നമുക്കത് ഈ ഫേസ് ഷീൽഡ് വരും. ഇത് മസ്റ്റായിട്ട് ഇടണം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഷാർജ എയർപോർട്ടിൽ നിന്ന് പോകുന്നില്ല ഇങ്ങനെ അങ്ങോട്ടേക്ക്. ഇത് നിയമം പോലും. എയർ ഇന്ത്യയിലൊക്കെ ഇപ്പം ഇവിടുന്ന് പോകുന്ന ഫ്ലൈറ്റുകൾക്കൊക്കെ ഈ ഒരു സാധനം ഇങ്ങനെ ഇടേണ്ടത് നിയമമാർ പറ്റി ഇടണം തന്നു. പക്ഷേ വേറെ കോമഡി എന്താ പറയുക, അവിടെ നിന്ന് കയറുമ്പോൾ മാത്രമേ എല്ലാവരും ഇടുന്നുള്ളൂ. ഇതിനുള്ളിൽ അയച്ചിടില്ല. അതാണ് ആലോചിക്കുന്നത്. പിന്നെ സമയം ഇപ്പം 1:20, പുലർച്ചെ 1:20 കേട്ടോ. നമുക്ക് ഇനി നാട്ടിലെത്തുമ്പോൾ നാട്ടിലത്തെ 6:30 മണിയാണ്. കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളാണ്.
കണ്ടോ കറണ്ട് പോയി ഗൈസ്, കറണ്ട് പോയി, കാഴ്ചകളൊന്നും കാണുന്നില്ല ഗൈസ്, കറണ്ട് പോയി, കണ്ണടിച്ചു പോയി ഗൈസ്. സമയം കറക്റ്റ് നാട്ടിലത്തെ 6 മണിയായി. ഇനി ഏകദേശം 1 മണിക്കൂറോടെ നമ്മൾ ലാൻഡ് ചെയ്യും. കണ്ണൂർ എയർപോർട്ട് എത്താൻ ഇപ്പോൾ പുറത്തേക്ക് കേട്ടോ ചെറുങ്ങനെ വെളിച്ചം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രസം എന്ന് വെച്ചാൽ ഇത്ര സമയം ഭയങ്കര ടർബുലൻസ് ആയിരുന്നു. ടർബുലൻസ് എന്ന് വെച്ചാൽ കുലുക്കം ഉണ്ടാവില്ല, നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ നല്ല കുലുക്കം വരില്ലേ, നല്ല ടർബുലൻസ്, കാരണം നല്ല മഴയൊക്കെ ആയിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ കണ്ണൂർ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പുറത്തെ കാഴ്ച കാണിക്കാൻ എന്താ അറിയോ, ഈ ഗ്ലാസ് എടുക്കണം അത് മൊത്തം ഫുള്ള് എന്തോ സ്ക്രാച്ച് പിടിച്ചത്, ഒരു ക്ലിയർ ഇല്ല, ഭംഗി വരും. നമ്മളങ്ങനെ ലാൻഡ് ചെയ്ത് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇത് ഫുള്ള് ഇതേ നമ്മളെ മുതലളി കാണുന്ന മൊത്തം നമ്മളെ ഗോൾഡ് വാട്ടർ ഉണ്ട്. ടൈം പിടിച്ചില്ല കണ്ട മനസ്സിലായത് എടുത്തോടാ. മെസ്സിലിപ്പോൾ ഉറക്കത്തിലുള്ളത് ഇപ്പം അടുത്ത് തന്നെ പുറത്തേക്ക് പിന്നെ അടുത്ത് തന്നെ പോലീസ് പിടിക്കും. യെസ്, നീ പാട്ട് പാടുന്നുണ്ടോ? നല്ല സോഷ്യൽ ഡിസ്റ്റൻസിങ് പറഞ്ഞു ഇടുന്ന അടുത്ത് നിന്നോ പുറത്തിറങ്ങി അടുത്ത് നിന്നേ പോലീസ് പിടിക്കും. എപ്പിഡമിക് ആക്ട് പ്രകാരം ജാമ്യമില്ലാത്ത അമൃതജലെടുത്തു. കേസ് 8000 കേസ്. ഇതിന് സാധനം എക്സ്പയറി ഡേറ്റ് ആണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കൊറോണ കുറച്ച് കൂടുതൽ എത്തുള്ളൂ. എന്നാ കുറച്ച് വെച്ചോ, എൻ്റെ ക്യാമറക്കെല്ലാം കുറച്ച് വിട്ടു, ചിലപ്പോൾ കൊറോണ ഉണ്ടെങ്കിലോ. ഒരു കൈ കൂടെ ആയിരുന്നു, അതാ നല്ലത്. അവിടെ സ്വന്തം നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ണൂർ എയർപോർട്ടിൽ ആകെ നമുക്ക് ഈ എയർ ഇന്ത്യ ഗോയർ മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റില്ല. അതന്നെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. പിന്നെ അതെ 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 അടിച്ചോ അടിച്ചോ, നിങ്ങൾ ഭയങ്കര കോമഡിയാണ്. നിങ്ങൾ എൻ്റെ ഫ്രെയിമിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം കാണുന്നു ഇന്ന് കാണുന്നതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അടിച്ചോ അടിച്ചോ അടിച്ചോ. ക്യാമറ കടിക്കല്ലേ, ആ ഇങ്ങനെ അടിച്ചോ, ക്യാമറ കടിക്കല്ലേ, എന്നാൽ പുറത്തടിച്ചോളൂ, വെറുതെ അടിച്ചോ, രസമല്ലേ. താങ്ക്സ് പോട്ടെ. അതെ, അങ്ങനെ നമ്മൾ ചന്ദ്രനിലെത്തി, കേരളത്തിലല്ല ചന്ദ്രനില്. ഈടുന്ന മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ചന്ദ്രനിലെ കാഴ്ചകളാണ്. ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. 8000 കേസാണ്, എന്താ പിന്നെ കുറേ പേടിയും. എന്താണ് പറഞ്ഞത് നിങ്ങൾ ഇടുന്നത്? ടെർമിനൽ സ്കാനിങ്. ഹലോ, ഒരു ക്യാമറ നിൽക്കണം. ഇവരെത്ര സീറ്റിയാ? എത്ര സീറ്റിയാ? ഓ, നീ ഭാഗ്യവനാടാ പോടി. നീ അപ്പുറം പോടാ, ഫ്രീയാ, ഒരുമിച്ച് കേട്ടാ പോരെ. എന്നാല് നമ്മളെല്ലാം ഒരുമിച്ചിട്ടാ ഒരുമിച്ചിട്ടാ ഇല്ല. ടെസ്റ്റ് ഈ ആഴ്ച 3 ടെസ്റ്റാണ്. 14 ദിവസമാണ് ക്വാറന്റൈൻ. 7 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ 8 പോകാം. 2 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ ഒരാഴ്ച അല്ല, നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ 3 ടെസ്റ്റ് ചെയ്ത് ഓൾറെഡി. 3 ഒരാഴ്ചക്കുള്ളിൽ ചെയ്തു. അപ്പോൾ 4ാമത്തെ ഇപ്പം ചെയ്യാൻ മതി ഈ ഒരു 8 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഇത് നെഗറ്റീവ് ആണ്, പിന്നെയും പുറത്തിരിക്കണം. അല്ല, നമ്മളെ ഇവിടുത്തെ കണക്കില്ല, അവിടുന്ന് ചെയ്തല്ലേ. എല്ലാം കൊറോണ എല്ലാം കണക്കല്ലേ, കുഴപ്പമില്ല. നമ്മളങ്ങനെയാണ് 14 ദിവസം ക്വാറന്റൈൻ കേട്ടോ. അതിങ്ങനെ ഞാൻ പിടിച്ചു അടുത്തുള്ള ആശുപത്രിയിൽ എല്ലാവരുടെയും പഞ്ചായത്ത് ഇരുത്തിയിലാണ്. ഇരുത്തിയിലൂടെ വരും. ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഷിബീറിന് 7 ദിവസം കിട്ടി, നമുക്ക് 14 ദിവസം കിട്ടി. ഷിബീർക്ക് പോയില്ല, എനിക്ക് 7 ദിവസം കിട്ടി, നമുക്ക് 14 ദിവസം കിട്ടി. എന്നാണ് എൻ്റെ ബോർഡിംഗ് പാസ് എല്ലാം പിടിച്ച. ഓക്കെ, അപ്പോൾ എന്താ പറയുക, പിന്നെ എമിഗ്രേഷൻ കഴിഞ്ഞു. ഓ, ഷിബീറിനോട് ഭയങ്കര ക്വസ്റ്റ്യൻസ് അവർ, എവിടെയാ, എന്താ, എങ്ങനെ, എന്തിനു പോയത്, അതെയോ, ഫുള്ള് ക്വസ്റ്റ്യൻസ് ആണ്. നല്ല കാര്യമല്ലേ. എമിഗ്രേഷൻ കഴിഞ്ഞു, അവിടെ ചെക്കിങ് കഴിഞ്ഞു.
കോമഡി എന്ന് വെച്ചാൽ വരുന്ന ആൾക്കാരുടെ പാസ്പോർട്ടൊക്കെ എല്ലാവരും കൈ കൊണ്ട് തൊട്ടിട്ടാണ് അവിടെയൊക്കെ അവർ ചെക്ക് ചെയ്യുന്നത്. ഇവർ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു സൈഡ് ആരോഗ്യ പ്രവർത്തകർ മൊത്തം സൂട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ മറ്റേ സൈഡ് ഇവർ കാണിക്കുന്നത് വെച്ചാൽ കൈനെ കൊണ്ട് തന്നെ ഇപ്പം എൻ്റെ പാസ്പോർട്ട് മേടിച്ച് ചെക്ക് ചെയ്തിട്ട് എന്നാൽ ഈ എമിഗ്രേഷൻ ഓഫീസേഴ്സ് അല്ല, വേറെ ടീം അത് കഴിഞ്ഞിട്ട് ഒരാളും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാനത് അവിടെ കാണിച്ചു കൊടുത്തു, സീലടിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ ജസീനിൽ അതുപോലെ തന്നെ. അപ്പോൾ ഓരോ ആൾക്കാർ മാറി മാറി അവരവിടെ നിന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. നീ കഴിഞ്ഞ പ്രാവശ്യം മറ്റെന്തോ സംഭവത്തിലുണ്ടല്ലോ, ഇപ്രാവശ്യം ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ക്യാബിലാക്കി ഫുള്ള് സെറ്റപ്പ് ഫുള്ള് ജീൻസ് വേരും ടീഷർട്ടും കിട്ടും. ഓക്കെ ഈടുന്ന പരിപാടി പറഞ്ഞോട്ടെ. ഇപ്പി കിട്ടുന്നില്ല, ഇപ്പി കിട്ടുന്നില്ലല്ലോ, നിങ്ങൾ സ്വതന്ത്രരായി. ഇതാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ സംഭവം. എന്നുവെച്ചാൽ പുറത്ത് വരുന്ന പാസഞ്ചേഴ്സ് എല്ലാം ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് പാസ്പോർട്ടും കാണിച്ച് അവർ ബോർഡിംഗ് പാസ് കാണിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അത് ഇവിടെ നിന്നാണ് നമ്മൾ എത്ര ദിവസം ക്വാറന്റൈനിലേക്ക് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ മുമ്പ് ഇവർ PPE കിറ്റൊക്കെ ഇട്ടൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. ഇപ്പോൾ മോചനം കിട്ടി. ഇപ്പോൾ PPE കിറ്റൊന്നും ഇല്ല, മോചനം കിട്ടി. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടി എന്ന് വെച്ചാൽ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും കേൾക്കണം. ഒരു കണ്ണൂരുകാരൻ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് കേൾക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ എയർപോർട്ടിലാണ്. നമ്മൾ ഒരുപാട് യാത്രകളിൽ ഞാനിപ്പോൾ ഏകദേശം 25ഓളം കൺട്രീസ് പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 25ഓളം എയർപോർട്ട് എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ കണ്ട എയർപോർട്ടിൽ വെച്ചിട്ട് ഈ കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുന്നത് അത്രക്കും ബെസ്റ്റാണ്. ഇപ്പോൾ ഇവിടുത്തെ ക്വാളിറ്റി ആയിക്കൂടെ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക കപ്പാസിറ്റി വെച്ച് എത്ര വിമാനങ്ങൾക്ക് കയറാൻ പറ്റും, അല്ലെങ്കിൽ ഒരേ സമയത്ത് എത്ര ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും, ഒരേ സമയത്ത് എത്ര എണ്ണത്തിന് കയറാൻ പറ്റും, അല്ലെങ്കിൽ എത്ര വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ റൺവേ എങ്ങനെയാണ്, ഇതൊക്കെ വെച്ചിട്ട് ഒരേ സമയത്ത് ഇത്ര ഫ്ലൈറ്റിൽ ആൾക്കാർ വന്നാലും ഇവിടുത്തെ എമിഗ്രേഷൻ താങ്ങാൻ പറ്റും, കസ്റ്റംസിന് താങ്ങാൻ പറ്റും. ഇതൊക്കെ വെച്ചിട്ട് ഓരോരോ എയർപോർട്ടിനും ഓരോ റാങ്ക് ഉണ്ട്. അപ്പോൾ കണ്ണൂർ എയർപോർട്ടിന് ഞാൻ കൊടുക്കുന്ന റാങ്ക് വളരെ ഹൈ ആണ്. പക്ഷേ എന്നിട്ടോ നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൽ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ടോ? അതിന് അവർ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കാരണം എന്താ, കണ്ണൂർ സിറ്റിയല്ല, ഇവിടെ ഇറങ്ങാനുള്ള സെറ്റപ്പൊന്നും ഇല്ല. ഈ കോവിഡ് വന്ന സമയത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റായിട്ട് വലിയ വലിയ വിമാനങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്ത് തെളിയിച്ച് കണ്ണൂർ എയർപോർട്ട്, കണ്ണൂർ റൺവേ ഒക്കെ അതിന് പറ്റിയതാണ്. പക്ഷേങ്കിൽ നമ്മളെ മലയാളികളെ വളരാൻ അനുവദിക്കാത്ത, ഒന്നും കൂടി ഞാൻ വ്യക്തമായിട്ട് പറയും, നമ്മൾ മലയാളികളെ വളരരുത് എന്ന് മനസ്സിലുള്ള ഒരു പറ്റം രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഒരു തരികിട പരിപാടികൾ നമ്മൾ പ്രതികരിക്കണം. നമ്മളെന്താ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ദിവസവും നമ്മളെന്താ ചെയ്യുന്നത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട്? സോഷ്യൽ മീഡിയയിൽ വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തമ്മിത്തല്ലലും ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ആടുകൾ തമ്മിൽ തല്ലിച്ചിട്ട് ചോര പിടിക്കുന്ന ചെന്നായ്ക്കളെ പോലെ കുറേ രാഷ്ട്രീയ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് വളരരുത്. എന്നുവെച്ചാൽ കണ്ണൂർ എയർപോർട്ട് വളരാൻ പാടില്ല എന്ന് മനസ്സിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. നമ്മൾ അതിനെതിരെ എന്തായാലും ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ നിങ്ങളോട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യണം, ഇത് നമ്മുടെ നാടാണ്, നമ്മുടെ എയർപോർട്ടാണ്. നമുക്കിവിടെ എയർ ഇന്ത്യയും ഗോയറും മാത്രം വരണം. നമുക്കിവിടെ എമിറേറ്റ്സ് വരണം, ഫ്ലൈ ദുബായ് വരണം, അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് വരണം, അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് വരണം. എല്ലാ രാജ്യങ്ങളിലും അവരുടെ ഫ്ലൈറ്റ് ഇവിടെ വരണം. അത് ഇന്ത്യൻ ഫ്ലൈറ്റ് മാത്രം പോരാ. ഇവിടെ ഇറങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിനുള്ള എല്ലാ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. പക്ഷേ എന്നിട്ടും അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സംഭവം വരുന്നുണ്ട്. എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ സേവ് കണ്ണൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യാമ്പയിൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് കണ്ണൂർ എയർപോർട്ടിലെ വിദേശ വിമാനങ്ങൾ ഇറങ്ങിയാലുള്ള പ്രശ്നം എന്ന് നമുക്കറിയണം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉടനെ തന്നെ ഞാൻ ഏതായാലും ഇൻസ്റ്റാഗ്രാം വഴി എന്തായാലും ഞാൻ അതിനെപ്പറ്റി ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഞാൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും ആൾക്കാർ ആശ്രയിക്കുന്ന എയർപോർട്ടാണ്. നിങ്ങൾ കണ്ടു ഇവിടെ 1, 2, 3 ബെൽറ്റ് ഉണ്ട് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഈ ഒരു ബെൽറ്റ് ഇപ്പം ഇവിടെ വന്ന് ഈ ഒരു ബെൽറ്റ് മാത്രം ഉപയോഗിക്കുന്നത്. ഈ സമയത്ത് 3 ഫ്ലൈറ്റ് ഇറങ്ങിയാലും ആ 3 ബെൽറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയും കപ്പാസിറ്റി ഉണ്ട്, ഇത്രയും മനോഹരമായ ഒരു എയർപോർട്ടാണ്. പക്ഷെ എന്നിട്ട് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഇറങ്ങാൻ വിടുന്നില്ല. അപ്പോൾ മനസ്സിലായോ? അതാണ് കാരണം. എന്ന് വെച്ചാൽ ആരൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു, കസ്റ്റംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഹാപ്പിയാണ്, നമ്മൾ സന്തോഷമാണ്. പിന്നെ ഞാനെങ്ങനെ എൻ്റെ വീട്ടിൽ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ടാക്സി അവൈലബിൾ ആണ്. പക്ഷേ ടാക്സി അല്ല, ഞാൻ എൻ്റെ വണ്ടി നമ്മുടെ മിഥുൻ അറിയാമെങ്കിൽ ഇവനെ നമ്മളെ നാട്ടുകാരൻ മിഥുനെ എൻ്റെ മുഖം കാണിച്ചു നോക്കി, ഇന്നൊന്ന് കാണിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടുകാരൻ കേട്ടോ. അപ്പോൾ ഓനോട് പറഞ്ഞിട്ട് എൻ്റെ എൻ്റെ കാർ ഞാൻ പുറത്ത് ഇറക്കിയിട്ട് ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട്. കാരണം പിന്നെ നമുക്ക് ഇവിടുന്ന് ടാക്സിക്ക് പകരം നമ്മൾ സ്വന്തം കാറിൽ പോകുന്നില്ല നല്ലതല്ലേ. പക്ഷേ ഞാൻ ടാക്സി അതെ, ഇവിടെ എയർപോർട്ട് ടാക്സി ഉണ്ട്. ഇവിടെ റേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അറക്കുന്ന റേറ്റ് ഒന്നുമല്ലോ. ഇരുട്ടിയിലൊക്കെ എത്ര റേറ്റ് ഇടാം? ഇരുട്ടി 1100 രൂപ. അപ്പം വലിയ അറക്കുന്ന വിലയൊന്നും തോന്നി. മുൻകൂട്ടി ബുക്ക് ചെയ്യുക. എയർപോർട്ട് പ്രീപെയ്ഡ് ടാക്സി. ശിബിരെ നീ ടാക്സി ബുക്ക് ചെയ്തിട്ട് പുറത്തേക്കോ കേട്ടോ. എന്തായാലും സാധനം നമുക്ക് പുറത്തുനിന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. നീ പുറത്തേക്കോ ബ്രോ? പോട്ടറാ ഇരുന്നോണ്ടേ. ഇത് ഇറങ്ങിയ പോലെ 10ാമത്തെ പ്രാവശ്യം ബോർഡിംഗ് പാസ് കാണിക്കുന്നേ. ബോർഡിംഗ് പാസ് എല്ലാവരും സൂക്ഷിച്ച് വെക്കുക. ആധാർ കാർഡ് പോയാലും ബോർഡിംഗ് പാസ് കളയാൻ പാടില്ല കേട്ടോ.
ആ ബോർഡിംഗ് ബസ് മേലെ കളി മൊത്തം. എടാ എൻ്റെ വണ്ടി ഉണ്ട് കേട്ടോ, വണ്ടിയുടെ കൊണ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര കാലത്തിന് ശേഷം ബാക്ക് ടു ഹോം. ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടോ, ഇത്രയും സെറ്റപ്പ് ഉണ്ട്, ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, ഇത്രയും വണ്ടികൾ പാർക്ക് ചെയ്യാനൊക്കെ സ്പേസ് ഉണ്ട്, വയൽ പാർക്കിങ് എക്സ്ട്രാ ഉണ്ട്. ഇത്രയായിട്ട് ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിന് ഇവിടെ പിന്നെ പെർമിഷൻ ചെയ്യുന്നില്ല. അതെന്ത് പിന്നെ അതെന്ത് വളക്കലത്തെ പരിപാടി അതെന്ത് നാട് തെറ്റാണ്. നമ്മളെല്ലാവരും തെറ്റാണ്. നമ്മളെല്ലാം ഇങ്ങനെ വായും കൂട്ടി മുണ്ടാണ് നിൽക്കുന്നുണ്ട്. നമ്മൾ പ്രതികരിക്കുന്നിടത്ത് നമ്മൾ പ്രതികരിക്കണം. നമ്മുടെ എയർപോർട്ടല്ലേ, നമ്മുടെ നാട്ടിലെ എയർപോർട്ടല്ലേ. വെഹിക്കിളുണ്ടോ സബ്സ്ക്രൈബർ? എൻ്റെ വണ്ടി റിവേഴ്സ് ഗിയർ അടിച്ച് സ്പീഡിൽ വരുന്നുണ്ട്. ഷബീറ കഴിഞ്ഞില്ല ജസീല ഇപ്പൊ കെട്ടിപ്പിടിച്ചോ? അതാണെങ്കിൽ നാട്ടിൽ നിന്ന് ഇല്ല, നമ്മൾ വേണമെങ്കിലും പുറത്ത് വന്നേ, അവിടെ കുഴപ്പമില്ല. നമ്മള് പിന്നെ ഡിസ്റ്റൻസ് ഇത് സ്മഗ്ലിങ് ചെയ്യുന്ന കസ്റ്റംസ് വരെ സ്മഗ്ലിങ് ചെയ്യുന്ന ഷബീറ. അപ്പൊ ഷബീറിന്റെ പെട്ടിയാണ് നിങ്ങൾ ആരെൻ്റെ വീട്ടിലേക്ക് വരണ്ട, ഒന്നും തരൂല. ആരാ വരണേ? അപ്പോൾ നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ ഇറക്കി എല്ലാം സെറ്റാക്കി ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ എന്താ പറയുക, ഏകദേശം 30 ദിവസത്തോളം നമ്മൾ 3 പേര് ഒരുമിച്ചിട്ടായിരുന്നു. സോ ഹാപ്പി. ഒറ്റ മിനിറ്റ്, ഡ്രൈവറുണ്ട് അതിൽ. ഏകദേശം 30 ദിവസത്തോളം ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു. പിന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഓരോ രാജ്യങ്ങളിൽ ഓരോ ഡിഫറെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ നിന്നത്. മാസ്ക് ഇല്ലാണ്ടും മാസ്ക് ഉണ്ടായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. അത് ശരിക്കും ഓരോ രാജ്യങ്ങളുടെ കോവിഡിൻ്റെ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി 2 പേരോടും പിന്നെ ക്വാറന്റൈനിലും കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഒരു ട്രിപ്പ് പോകും ഇവിടെ തന്നെ നാട്ടിൽ. അതുപോലെ നമ്മളെ ഷബീറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഷബീറിൻ്റെ ജോലി എന്താണെന്നില്ല ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ബൈക്ക് സ്റ്റാൻഡിങ് എന്താണെന്നില്ല. പോടെ നീ പാട്ടുകൂടിയാ ഒന്നുകൂടി പാടിക്കോ. ലാസ്റ്റ് ഒരു പാട്ട് പാടറാ. ഒരു പാട്ട് ലാസ്റ്റ് പാടിക്കോ. അപ്പൊ ശരി, ഞാൻ പോട്ടെ. മിഥുനുണ്ട് കേട്ടാ, ഓരോ മൊബൈലിൽ നിന്ന് ആരോ വേണം വിളിച്ചോ. ഓക്കേടാ, ബൈ. പോട്ടെ. ശരി, നമുക്ക് വിടാം. പിന്നെ വേറെ എന്താ പറയുക, ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. കണ്ടോ, നമുക്ക് സ്വന്തം വണ്ടി എടുത്തിട്ട് വീട്ടിലോട്ട് പോകാൻ പ്രശ്നമൊന്നുമില്ല. പിന്നെ ടാക്സി ഉണ്ട്, ടാക്സിയിലൊക്കെ വീട്ടിൽ പോകാൻ കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ പോർട്ടിൽ രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ആശാപ്രവർത്തകരോ പോലീസുകാരോ മറ്റായിരിക്കും വീട്ടിൽ വന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യട്ടോ. നമുക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നു വേണം. എനിവേ ഒരുപാട് സന്തോഷം. നാട്ടിലെത്തി, നല്ല ക്ലൈമറ്റ്, വാവ്. ഒരുപാട് കാഴ്ചകൾ നാട്ടിൽ നിന്ന് വരാനുണ്ട്. അതൊന്ന് അപ്പം എൻ്റെ വണ്ടി ഇവിടെ എത്തിക്കാൻ എന്നെ സഹായിച്ച ആരോഗ്യ വകുപ്പിനും പ്രിയപ്പെട്ട മിഥുനും ഒരുപാട് നന്ദി. ഓട്രാ, ചെയ്യൂ. ഇവിടെ ശരിക്കും ഇവിടുത്തെ ഇമിഗ്രേഷൻ കസ്റ്റംസ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും നല്ല ആൾക്കാരാണ്. കാരണം ഇതുവരെ ഇത്രയും വന്നിട്ട് എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ബാഡായിട്ടൊന്നും ഫീൽ ആയിട്ട് ഇത്ര കാലമായിട്ടും. പിന്നെ നല്ല രീതിയിലാണ് പെരുമാറിയത്, പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആകെ ഒരു സങ്കടമേ ഉള്ളൂ. ഇവിടെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഉണ്ട്, സംഭവം സീരിയസ്ലി എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇവിടെ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിന് ഇവർ ഒരു പെർമിഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ യൂറോപ്പിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ആഫ്രിക്കയിൽ പോകാനോ ഇവിടെ പോകാനോ നമുക്ക് കണ്ണൂരിൽ നിന്ന് കയറാം. പക്ഷേ ഇതിപ്പോൾ കണ്ണൂരിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല. നമ്മൾ കണക്ഷൻ എടുത്ത് ദുബായിയെ പോയിട്ടോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയിട്ടോ കോഴിക്കോടൊക്കെ പോയിട്ട് കയറണം. കോഴിക്കോടൊക്കെ നല്ല എയർപോർട്ടാണ്, പോയി കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോരൻ്റെ മിറ്റത്ത് ഇത്രയും നല്ലൊരു ഇത്രയും മനോഹരമായ ഒരു എയർപോർട്ട് പോരൻ്റെ മിറ്റത്ത് വെച്ചിട്ട് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നില്ല പറഞ്ഞാൽ എന്ത് നാണക്കേടാടോ. ഇതെന്താ ഇവരെ മനസ്സിലാവുന്നത്? ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലാവുന്നില്ല. ആരാണ് ഇത് പെർമിഷൻ കൊടുക്കാറ്? മലയാളികളോടാണ്. ഒന്നും കൂടി ഞാൻ പറഞ്ഞു, നമ്മൾ സേവ് കണ്ണൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം മലയാളികൾ വിചാരിച്ചാൽ നടക്കാറായിട്ടൊന്നുമില്ല. നമ്മൾ വിചാരിച്ച ഒരു സൈറ്റ് കൂട്ടിക്കാനും പറ്റും. ഒരു എന്താ പറയുക, പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ മലയാളികളാണ് ഒരുവിധം എല്ലാ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിലും മുമ്പിൽ നിൽക്കുന്നത്. അതേ മലയാളികൾ സ്വന്തം നാട്ടിലെ ഒരു വിഷയത്തിന് ഇടപെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ പോസ്റ്റ് ഇടുമ്പോൾ സേവ് കണ്ണൂർ എയർപോർട്ട് എന്നുള്ള ഒരു ടാഗ് നിങ്ങൾ അവിടെ ഒരു ഹാഷ്ടാഗ് അവിടെ ഉപയോഗിക്കാം. ഹായ് ബ്രോ, പൈസ ഇല്ലടാ, ഓടെ താങ്ക് യു. ആടോ എന്ത് നല്ല കുട്ടികളെ നോക്കിയാൽ പൈസ ഇല്ലാന്നാ നോ കേട്ടാൽ കുഴപ്പമില്ല, പിന്നെ മതി എന്ന് പറഞ്ഞത്. ഇത്രയും നല്ല മക്കൾ പാർക്കിങ്ങിൻ്റെ കേട്ടോ. ഓക്കെ, ഇപ്പം വേറെന്താ പറയുക, ഇനി നേരെ വീട്ടിലേക്ക് പോകണം. പിന്നെ ചെറുങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട്, നല്ല കാലാവസ്ഥയാണ് പുറത്ത്. കണ്ടോ, നല്ല കാലാവസ്ഥയാണ് പുറത്ത്. ഇനി പുറത്തേക്ക് പോട്ടെ. വീട്ടിൽ പോയിട്ട് ക്വാറന്റൈൻ ഉണ്ട്. ഞാനിപ്പം ഓൾറെഡി ഈ ആഴ്ച 2 തവണ ടെസ്റ്റ് ചെയ്തിട്ടു. ഞാൻ സെർബിയനും ചെയ്തു, ദുബായിലും ചെയ്തു. 2 നെഗറ്റീവാണ്.
അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റും കൂടി ചെയ്യും, കാരണം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ അപ്പം വീട്ടിൽ പോയി കുട്ടികളൊപ്പം കളിക്കേണ്ടതല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 7 ദിവസം പുറത്ത് ചെയ്യുന്നതിന് വില പുറത്തിറക്കാം അല്ല. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.